നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാരുണ്യ ഇൻഷുറൻസിനെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. മരുന്നുകൾ, അനുബന്ധ വസ്തുക്കൾ, പരിശോധനകൾ, ഡോക്ടറുടെ ഫീസ്, ഓപ്പറേഷൻ തിയേറ്റർ ചാർജുകൾ, ICU ചാർജ്, ഇംപ്ലാന്റ് ചാർജുകൾ തുടങ്ങിയവയെല്ലാം അതിലൂടെ സൗജന്യമായി നടത്താമെന്നും പറഞ്ഞിരുന്നു. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലെ ഗുണഭോക്താക്കൾ അല്ലാത്തവർക്ക് സൗജന്യ ചികിത്സ ലഭിക്കുന്നതിനെക്കുറിച്ചും പറഞ്ഞിരുന്നല്ലോ. കിഡ്നി സംബന്ധമായ അസുഖങ്ങൾക്ക് 3 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ലഭിക്കുമെന്നും പറഞ്ഞിരുന്നു. കാരുണ്യ ബെനവലന്റ് ഫണ്ടിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലെ അംഗമല്ലാത്തവർക്ക് ഇത്തരത്തിൽ സൗജന്യ ചികിത്സ ലഭ്യമാകുന്ന കാരുണ്യ ബെനവലന്റ് ഫണ്ട് സ്കീമിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടാത്തതും വാർഷിക വരുമാനം 3 ലക്ഷം രൂപയിൽ താഴെയുള്ളതുമായ കുടുംബങ്ങൾക്കാണ് കാരുണ്യ ബെനവലന്റ് ഫണ്ട് ലഭിക്കുക. ഒരു കുടുംബത്തിന് 2 ലക്ഷം രൂപ വരെയാണ് ചികിത്സാ സഹായം ലഭിക്കുക. വൃക്ക മാറ്റിവെക്കലിന് വിധേയമാകുന്നവർക്ക് 3 ലക്ഷം രൂപ വരെ ലഭിക്കും. 600-ലേറെ ആശുപത്രികളിൽ ഈ KBF സൗകര്യമുണ്ട്. ഇതിന് APL എന്നോ BPL എന്നോ വ്യത്യാസമില്ല. ഗുരുതരമായ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന പാവപ്പെട്ടവർക്ക് കേരള ലോട്ടറിയിലൂടെ ധനസമാഹരണം നടത്തി ചികിത്സാ സഹായം നൽകുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് കാരുണ്യ ബെനവലന്റ് ഫണ്ട്. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പാണ് പദ്ധതി നിയന്ത്രിക്കുന്നത്. ക്യാൻസർ, ഹീമോഫീലിയ, വൃക്കരോഗം, ഹൃദ്രോഗം തുടങ്ങിയ ഗുരുതര രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന നിർധനരായ രോഗികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണിത്. മുൻകാലങ്ങളിലാണെങ്കിൽ ഇതിലേക്ക് അപേക്ഷിക്കണമെങ്കിൽ വീടിന് മുന്നിൽ നിന്നുള്ള കുടുംബ ഫോട്ടോ, രോഗിയുടെ ഫോട്ടോ, റേഷൻ കാർഡിൻ്റെ കോപ്പി എന്നിവ സഹിതം ജില്ലാ ഭാഗ്യക്കുറി ഓഫീസർക്ക് അപേക്ഷ സമർപ്പിക്കണമായിരുന്നു. അംഗീകാരം ലഭിച്ചതിന് ശേഷം മാത്രമേ ചികിത്സാ ആനുകൂല്യങ്ങൾക്കുള്ള യോഗ്യത സ്ഥിരീകരിക്കുമായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ PMJAY പോർട്ടലുമായി KBF സംയോജിപ്പിച്ചതിനാൽ അപേക്ഷ KSP ആശുപത്രികളിൽ നേരിട്ട് സമർപ്പിക്കാൻ കഴിയും. ഇൻകം പ്രൂഫിനോടൊപ്പം റേഷൻ കാർഡ് മാത്രം സമർപ്പിച്ചാൽ മതി. മറ്റ് പ്രോസസ്സിങ്ങുകളെല്ലാം IT ഇൻ്റഗ്രേറ്റഡ് സംവിധാനത്തിലൂടെ നടക്കും. വീണ്ടും മറ്റൊരു വീഡിയോയിൽ നന്ദി, നമസ്കാരം.